പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. നമ്മളുടെ പ്രിയപ്പെട്ട പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനായി നാം എല്ലാവരും അടുത്ത് ഒരുങ്ങുകയാണ്. നാളെയാണല്ലോ ആ വലിയ ദിനം. അതിനൊരുക്കമായി വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി പ്രഖ്യാപനം വായിക്കാം. 1950 നവംബർ 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ മുനിഫിസ് ചെന്തിസീമോസ് ദേവൂസ് എന്ന തിരുവെഴുത്ത് വഴി ഇങ്ങനെ അധ്യവസാനം ചെയ്തു. കന്യകാമറിയത്തിന് പ്രത്യേക വരങ്ങൾ നൽകി അനുഗ്രഹിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സ്തുതിക്കും മരണത്തിൻ്റെയും പാപത്തിൻ്റെയും ജേതാവും നിത്യരാജാവുമായ അങ്ങേ പുത്രൻ്റെ ബഹുമാനത്തിനും മഹത്വമേറിയ അവിടുത്തെ അമ്മയുടെ മഹത്വത്തിനും അഖില സഭയുടെ ആനന്ദത്തിനും സന്തോഷത്തിനുമായി നമ്മുടെ കർത്താവീശോ മിശിഹായുടെയും ഭാഗ്യപ്പെട്ട സ്ലീഹന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നമ്മുടെയും അധികാരത്തോടെ എപ്പോഴും കന്യകയും അമലോത്ഭവയുമായ ദൈവമാതാവ് ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് ആവിഷ്കൃതമായ ഒരു സത്യമാകുന്നുവെന്ന് നാം പ്രസ്താവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. വെൺമേഘത്തിൻ്റെ തേരുകളിൽ സ്വർണ്ണച്ചിറകുകൾ താളത്തിലാട്ടി വനാരൂപികൾ നൃത്തമാടി മറിയം സ്വർഗാരോപിതയായി, മറിയം സ്വർഗാരോപിതയായി. ഈ പാട്ട് പാടുമ്പോൾ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് കഞ്ചിക്കോട് മാതാവിൻ്റെ ആലയത്തിൽ ഇത് പാടിയ ഓർമ്മ മനസ്സിൽ കടന്നു വരുന്നു. മാതാവ് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്, ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അത് നമുക്കൊന്ന് ആലപിക്കാം. പരിശുദ്ധാത്മാവേ വരേണമേ, അങ്ങയുടെ ഇഷ്ടദാസിയാം മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരേണമേ, എഴുന്നള്ളി വരേണമേ, വന്നോ വസിക്കേണമേ. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗത്തിൽ വലിയ അടയാളം, ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്ക് അടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ചന്ദ്രനെ പാദത്തിൻ കീഴിലാക്കി ശിരസിൽ 12 നക്ഷത്രമായി വിശുദ്ധിതൻ കിരീടം അണിഞ്ഞൊരമ്മേ, കുഞ്ഞുമക്കൾക്കായി പ്രാർത്ഥിക്കൂ ശുദ്ധിയെന്നും കാക്കുവാൻ. അവൾ ഗർഭിണിയായിരുന്നു. ഈറ്റുനോവാലും പ്രസവക്ലേശത്താലും അവൾ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ആകാശം തിങ്ങിയ സൂര്യനെ നീ ഉടയാടയാക്കി തിളങ്ങിയല്ലോ, ഹൃദയശുദ്ധിയിൽ തെളിയുന്ന തേജസ്സിൽ ദൈവദർശനം ഹൃദയത്തിൽ നിറഞ്ഞൊഴുകി തെളിയണം. ജനനത്തിൽ പോലും കറയില്ലാതെ കർമ്മപാപത്തിൻ കറയേശാതെ യേശുവിനമ്മയായി തീർന്ന മാതാവേ, തെളിയുന്നു തിളങ്ങിടും വിശുദ്ധിയിൽ നീ, തെളിയുന്നു തിളങ്ങിടും വിശുദ്ധിയിൽ നീ. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആഹ്ലാദിക്കുവിൻ. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുങ്ങുന്ന നമുക്ക് ആഹ്ലാദിക്കാം, ആർപ്പുവിളിക്കാം. അമ്മയുടെ വിമല ഹൃദയ വിജയം ആസന്നമായിരിക്കും. ദ്വിതീയ പെന്തക്കുസ്ത ആഗതമായിരിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹം സമൃദ്ധമായി
ഈ ദിനത്തിൻ്റെ ഭാഗമായും നൽകുന്നതിനെ ഓർത്ത് നന്ദി. അരിശം പൂണ്ട പിശാചിന് എതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ, യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 12:10. അതെ, ആ രാജ്യം, ആ ശക്തി, ആ രക്ഷ, ആ അധികാരം ഓർത്ത് നന്ദി പറയാം. നമ്മളുടെ രാജ്യത്തെയും സമർപ്പിക്കാം. ത്രിലോകരാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട പരിശുദ്ധി അമ്മ ഭാരതറാണി ജയിക്കട്ടെ. വിമല ഹൃദയം ജയിക്കട്ടെ. സ്വർലോകരാജ്ഞി ആനന്ദിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർലോകരാജ്ഞി ആനന്ദിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആഗതമാകുന്ന ഓഗസ്റ്റ് 15 എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഏവർക്കും നേരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ യൂക്കറിസ്തിയ ഇൻ കൊയിനോനിയ.